ഹായ്, എല്ലാവർക്കും PSC റാങ്കറിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് നടന്ന 10th ലെവൽ പ്രിലിംസ് എക്സാമിൻ്റെ ഒരു അനാലിസിസ് ആണ്. അപ്പോൾ ഈ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ ഏകദേശം 1,90,000 പേര് എഴുതിയിട്ടുള്ള എക്സാമാണ്. ഈ ഒരു എക്സാം മെയിനായിട്ട് പല പോസ്റ്റുകളും ഉണ്ട്. മെയിനായിട്ട് എന്നാൽ സെക്രട്ടേറിയറ്റ്, OA, അതുപോലെ തന്നെ ലാബ് അസിസ്റ്റന്റ് എന്നിങ്ങനെ പോസ്റ്റാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ കട്ട് ഓഫ് അനാലിസിസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അനാലിസിസ് ചെയ്യുന്നത് ഈ രണ്ട് പോസ്റ്റിനെയും ബേസ് ചെയ്തിട്ടാണ് മെയിനായിട്ട് പറയുന്നത്. നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ മാർക്കുകളൊക്കെ ആൾക്കാർക്ക് സ്കോർ ചെയ്യാൻ സാധ്യതയുള്ളതെന്നൊക്കെ നോക്കി പറയുന്നത്. അപ്പോൾ ഈ എക്സാമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നടന്നിട്ടുള്ള എക്സാമിൻ്റെ ലെവല് ഒരു ആവറേജ് ലെവൽ തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം കഴിഞ്ഞ ഒരു എക്സാമിൻ്റെ അതേ സ്റ്റാൻഡേർഡ് തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സയൻസിൽ നിന്നൊരു 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഹിസ്റ്ററിയിൽ നിന്ന്, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നും അതുപോലെ തന്നെ കേരള റിനൈസൻസിൽ നിന്നും 3-4 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഒരു 10 തൊട്ട് 15 ക്വസ്റ്റ്യൻസ് വരെ ഇപ്രാവശ്യവും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൂടാതെ ഒരു 4-5 ക്വസ്റ്റ്യൻസ് മാച്ച് ദ ഫോളോയിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ്, ആ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും ഒരുപാട് ഇപ്പോൾ ഡിഗ്രി ലെവലിൻ്റെ പോലത്തെ ഡിഫിക്കൽട്ടി ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. എന്നിരുന്നാലും നമുക്ക് അതിനൊരു ടഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്താൽ ബാക്കി ഇപ്പോൾ സയൻസിൽ നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഭൂരിഭാഗം ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു 2-3 സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാറ്റി വെച്ചാൽ സയൻസിൽ നിന്നൊക്കെ ഭൂരിഭാഗം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുപോലെ തന്നെ മാത്സ്, റീസണിങ്, ആ ഒരു ഭാഗം അത്യാവശ്യം എളുപ്പമുള്ള ഭാഗം തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ. കുറച്ച് ആ ഒരു മാത്സ് ടോപ്പിക്കൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ 80% ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമായിരുന്നു മാത്സ്, റീസണിങ്, ലോജിക്കൽ റീസണിങ് ഒക്കെ ആ ഭാഗം. ഇനി ജനറൽ നോളജിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സ് കുറച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടായിരുന്നു. ചില ചോദ്യങ്ങൾ എളുപ്പമുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ചില ക്വസ്റ്റ്യൻസ് കുറച്ച് കുഴപ്പിക്കുന്നതായിരുന്നു എന്ന് വേണം പറയാൻ. ബാക്കി സബ്ജക്ട്സ്, ബാക്കി ടോപ്പിക്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേരള ഹിസ്റ്ററി ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ കലാ സാംസ്കാരികമായിക്കോട്ടെ, ഒരു വിധത്തിൽ അധികം കുഴപ്പിക്കാത്ത ചോദ്യങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് എളുപ്പമുള്ളതുണ്ടായിരുന്നു, ചിലത് വളരെ കുറച്ച് മാത്രം ടഫായിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഒരു മൊത്തത്തിലൊരു ആവറേജ് എന്ന് പറയാം. എന്നാലും ഒരു ഈസി എന്നുള്ളൊരു വിഭാഗത്തിലേക്ക് കടന്ന് നിൽക്കുന്നതാണ് ഈ ഒരു എക്സാം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് വെച്ചിട്ട് ആവറേജ് ഏകദേശം ഒരു ശരാശരി ആളുടെ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടോപ്പിക് വൈസ് ഒരു അനാലിസിസ് നോക്കിയാൽ പൊതുവിജ്ഞാനം എന്നുള്ള ടോപ്പിക് 60 മാർക്കിന് മൊത്തം എടുത്താൽ അതിൽ തന്നെ ആനുകാലികമുണ്ട്, കേരള ഫാക്ട്സ് ഒക്കെ ഉണ്ട്, സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറയാൻ. അപ്പോൾ ഈ ഒരു 60 മാർക്കിൽ നമുക്കിപ്പോൾ പൊതുവിജ്ഞാനം അല്ലെങ്കിൽ ആനുകാലികമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് നമ്മുടെ ഇൻഡസ് വാലി സിവിൽ അല്ലെങ്കിൽ ഹാരപ്പൻ കൾച്ചറിനെയൊക്കെ പറ്റി ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ആനുകാലികത്തിലൊക്കെ പെടുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ വരാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് 40ാമത്തെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ധോളവീരനൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 2020, 21, 22, 23 തുടങ്ങിയ വർഷങ്ങളിലെ കറണ്ട് അഫയേഴ്സും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇത് കൂടാതെ തന്നെ മറ്റു ചില ക്വസ്റ്റ്യൻസ് ഈ ഒരു കാലഘട്ടത്തിലത്തെ അജണ്ട 21 എന്നൊക്കെ പറയുന്ന ആ ഒരു സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, എൻവയൺമെൻ്റ് ഒക്കെ കൺസേൺ ആയിട്ടുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള യുണൈറ്റഡ് നേഷൻസിൻ്റെ അപ്പോൾ അങ്ങനത്തെ കുറച്ച് ടോപ്പിക്സൊക്കെ നമുക്ക് കുറച്ച് പരത്തി മുമ്പത്തെ വർഷങ്ങളിലൊക്കെ വായിക്കേണ്ടിയിരിക്കുന്നു. അതുകൂടാതെ തന്നെ ഇപ്പോൾ 2024, 2025 വരെ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് വളരെ കഴിഞ്ഞ ഒരു 3-4 കൊല്ലത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ അതിന് എല്ലാവർക്കും അത്ര സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് വരണമെന്നില്ല. ഇനിയിപ്പോൾ ബാക്കി കുറേ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ നവോത്ഥാന നായകന്മാരെ പറ്റിയിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ കലാ സാംസ്കാരികത്തിലാണെന്നുണ്ടെങ്കിൽ പുസ്തകങ്ങൾ പലതും, ഇപ്പോൾ ഇന്ത്യ വിൻസ് ഫ്രീഡം പോലത്തെ പുസ്തകങ്ങൾ, നമുക്ക് ഒരു അത്യാവശ്യം ഇതിനെ പറ്റിയൊക്കെ എല്ലാ എക്സാംസൊക്കെ എഴുതുന്ന ആൾക്കാർക്ക് അറിയുന്ന അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയ അത്യാവശ്യം എന്താ പറയുക, നമുക്ക് ഒരു 60 മാർക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏകദേശം ഒരു 38 തൊട്ട് 42 വരെ നമുക്ക് അതിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു 60 മാർക്സിൽ. ഇനി ജനറൽ സയൻസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു 3 ചോദ്യങ്ങളോളാണ് നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഒഴിച്ചു കഴിഞ്ഞാൽ പോലും ബാക്കി ഒരു 20 ക്വസ്റ്റ്യനിൽ എങ്ങനെ പോയാലും ഒരു 12 മുതൽ 15 ക്വസ്റ്റ്യൻസോളം
വേണമെന്നുണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റും. പഠിച്ചു പോയ ഒരാൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഞാനിത് അപ്പർ ലിമിറ്റ് ആട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി മാത്സ് റീസണിങ്ങും എളുപ്പമായിരുന്നു തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ മനസ്സിലാവുന്നത്. അത്യാവശ്യം എളുപ്പം തന്നെയായിരുന്നു. അപ്പോൾ അതിലും ഏകദേശം ഒരു 14 ക്വസ്റ്റ്യൻസ്, അതായത് ഞാൻ പറയുന്നത് ഒരു 70% ആണ്. 14 ക്വസ്റ്റ്യൻസ് ആ ഒരു 20 ക്വസ്റ്റ്യൻസിൽ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഇതൊക്കെ ഒന്ന് കൂട്ടി നോക്കാം. അപ്പർ സൈഡ് എടുത്ത് അല്ലെങ്കിൽ കുറച്ച് കൂടിയ ക്വസ്റ്റ്യൻസ് കൂടിയ ലിമിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 42ഉം 15ഉം 57ഉം 14ഉം ഏകദേശം 71 വരുന്നത്. അപ്പോൾ ഈ 70 അല്ലെങ്കിൽ 71 അനുബന്ധിച്ച് നമുക്ക് ഏകദേശം ഒരു 67 മുതൽ 72 എന്നുള്ള ആ ഒരു സംഖ്യയിൽ എത്താൻ പറ്റും. അപ്പോൾ ഏകദേശം ഇത്രയൊരു സ്കോർ നിങ്ങൾക്ക് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കുഴപ്പമില്ലാത്ത സ്കോറായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ സ്കോർ എത്രയാണെന്ന് ദയവ് ഇതൊന്ന് താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാരുടെ സ്കോറുകൾ കാണാൻ പറ്റും. അപ്പോൾ ഏകദേശം ഒരു നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവും, ഇത്ര ഇപ്പോൾ 80-ന് മീതെ സ്കോർ ചെയ്ത ആൾക്കാർ എത്ര പേരുണ്ട് എന്നിങ്ങനെയൊക്കെ നമുക്ക് കമൻസിൽ അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻസിൽ അവരവരുടെ സ്കോർ ഒന്ന് ഷെയർ ചെയ്യുക, എഴുതിയ ആൾക്കാരുടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ കമൻസിൽ നമ്മളോട് ചോദിക്കാവുന്നതാണ്. അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കട്ട് ഓഫ് അനാലിസിസ് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വരുന്ന എക്സാമിനും ഇതേപോലെ തന്നെ വൈഡായിട്ട് കറണ്ട് അഫയേഴ്സ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ലൈക്കും ഷെയറും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.